എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 4-ാമത്തെ സർഗത്തിലെ 79ഉം 80ഉം ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 2 ശ്ലോകങ്ങളിലും ഉപജാതി വൃത്തം തന്നെയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. കാട്ടിൽ നിന്ന് അവരെല്ലാവരും കൂടി തിരിച്ചു വരുന്ന കഥയാണ് പറയണത്. നമുക്കാദ്യം 79ാമത്തെ ശ്ലോകം നോക്കാം. സഹപ്രയാണായ കൃതത്വരാണാം ഊധോഭരാദ്ദൂരവിളംബിനീനാം സതത്ര തത്ര പ്രതിപാല്യതസ്ഥൗ പ്രീതോ ഗവാഗമനം മുകുന്ദ. ആദ്യം പദച്ഛേദം നോക്കാം. സഹപ്രയാണായ കൃതത്വരാണാം ഊധോഭരാദ് ദൂരവിളംബിനീനാം സ തത്ര തത്ര പ്രതിപാല്യ തസ്ഥൗ പ്രീത ഗവാം ആഗമനം മുകുന്ദ. പശുക്കളെയൊക്കെ തെളിച്ചുകൊണ്ടാണല്ലോ തിരിച്ചു പോണത്. എല്ലാ പശുക്കളും ഒരുപോലെയല്ല. ചിലതിനൊക്കെ കുട്ടികളുണ്ടാവും, അതുപോലെ തന്നെ കറവ നടക്കുന്ന പശുക്കൾ, പാല് ധാരാളമുള്ള പശുക്കൾ, അങ്ങനെയൊക്കെ വരുമ്പോൾ അവയെ കൊണ്ട് പോകുമ്പോൾ എന്താണ് ശ്രീകൃഷ്ണൻ ചെയ്തിരുന്നത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള ഒരു പശു പാലകൻ്റെ, ഗോപാലകൻ്റെ ചിത്രമാണ് ഇവിടെ വരുന്നത്. സ മുകുന്ദ, ആ മുകുന്ദൻ എന്താണ് ചെയ്തത് എന്ന് പറയാണ്. ഇവരിങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ ഗോപന്മാരൊക്കെ ഇങ്ങനെ മുമ്പാക്കം നീങ്ങി വരുമ്പോൾ പശുക്കൾ ചിലതൊക്കെ ഇങ്ങനെ പിന്നാക്കം വരികയാണ്. അതാണ് ഇവിടെ പറയണത്. സഹപ്രയാണായ കൃതത്വരാണാം. സഹപ്രയാണം, ഒരുമിച്ച് നടക്കാൻ. അതാണ് ശ്രീകൃഷ്ണനും ബലരാമനും ഗോപന്മാരും ഒക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പിന്നാലെയും മുമ്പിലൊക്കെ ആയിട്ട് പശുക്കൾ കുറേ നടക്കുന്നുണ്ട്. അവരോടൊപ്പം എത്താൻ വേണ്ടിയിട്ട്, അതാണ് സഹപ്രയാണായ എന്ന് പറഞ്ഞത്. ഒരുമിച്ച് നടക്കാൻ വേണ്ടിയിട്ട് കൃതത്വരാണാം, ത്വര കാണിക്കുന്നവരായ, അതായത് ആഗ്രഹിക്കുന്നവരായ, അതിനു വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നവരായ ചില പശുക്കളുണ്ട്. ഒന്നുകിൽ ഗർഭിണികളാകാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രസവിച്ചിട്ടുള്ള അമ്മമാരായിട്ടുള്ള പശുക്കളും ആവാം. അവരെ പറ്റിയിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. കൃതത്വരാണാം ഊധോഭരാദ് ദൂരവിളംബിനീനാം ഗവാം. ഊധോഭരാദ്, ഊധോഭരം എന്ന് പറഞ്ഞാൽ, ഊധസ് എന്ന് പറഞ്ഞാൽ അകിട് എന്നാണ് അർത്ഥം. അകിടിൻ്റെ ഭാരം കൊണ്ട്, അപ്പം നല്ലോണം പാലുള്ള പശുക്കളാണ്. ഈ പാലുള്ള പശുക്കൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പ്രസവിച്ചിട്ട് അധികമാവാത്ത പശുക്കൾക്കാണ് ധാരാളം പാലുണ്ടാവുക. അപ്പോൾ അകിടിൻ്റെ ഭാരം കാരണം വേഗം നടക്കാൻ പറ്റാത്തവരായിട്ടുള്ള പശുക്കൾ, അതാണ് ഊധോഭരാദ് ദൂരവിളംബിനീനാം. ദൂരം എന്ന് പറഞ്ഞാൽ വളരെയധികം, വിളംബിനി എന്ന് പറഞ്ഞാൽ മന്ദീഭൂതകൾ, വേഗം നടന്നു വരാൻ പറ്റാതെ നല്ലവണ്ണം അവരുടെ ശരീരഭാരം തന്നെ വർദ്ധിച്ചിട്ടുണ്ടാവും പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവർക്ക് മറ്റു പശുക്കളുടെ പോലെ, അല്ലെങ്കിൽ ചെറുപ്പം ആയിട്ടുള്ള പശുക്കളുണ്ടാവും, കുട്ടികളുണ്ടാവും, അവരുടെ ഒന്നും കൂട്ടത്തിൽ നടന്നെത്താൻ പറ്റുണ്ടാവില്ല. അപ്പോൾ അവരെന്തുണ്ടാവും, നടന്ന് പുറപ്പെടുന്നുണ്ട്, അവരുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ടെങ്കിലും പിന്നാക്കമായി പോകുന്നുണ്ട്. അതാണ് ദൂരവിളംബിനീനാം, പിന്നാക്കമായി പോകുന്ന, വേഗം നടന്നെത്താൻ പറ്റാത്ത ആ ഗവാം, അങ്ങനെയുള്ള പശുക്കളുടെ ആഗമനം പ്രതിപാല്യ, അവരുടെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്. അവരും കൂടി ഇങ്ങോട്ട് നടന്നെത്തട്ടെ, നമ്മൾ മാത്രം ഇങ്ങോട്ട് പോയാൽ പോരല്ലോ, അല്ലെങ്കിൽ ഒരു കൂട്ടം പശുക്കൾ മാത്രം അവിടേക്ക് എത്തിയാൽ പോരല്ലോ, എല്ലാ പശുക്കളെയും കൊണ്ടുപോകണം. പ്രത്യേകിച്ച് ഈ പാലുള്ള പശുക്കൾ എന്ന് പറയുമ്പോൾ അവരുടെ കുട്ടികൾ ചിലപ്പോൾ ഇവിടെ കൂട്ടത്തിലുണ്ടാവും, അല്ലെങ്കിൽ അവർ അമ്പാടിയിൽ തന്നെയായിരിക്കും. ചെറിയ കുട്ടികളെ ആകുമ്പോൾ അവരുടെ കൂട്ടത്തിൽ തീറ്റയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവില്ല, കാട്ടിലേക്ക് പോകുന്നുണ്ടാവില്ല. അപ്പോൾ എന്തായാലും അവരെ പ്രത്യേകം കാത്തു നിൽക്കേണ്ടതൊരു ആവശ്യം തന്നെയാണ്. അതുകൊണ്ട് അവരെ കാക്കുകയാണ് ഭഗവാൻ ചെയ്യണത്. അതാണ് ഗവാം ആഗമനം പ്രതിപാല്യ, അങ്ങനെയുള്ള പശുക്കളുടെ ആഗമനത്തെ, വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് തത്ര അവിടെയൊക്കെ ആയിട്ട്, വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് പ്രീതോ മുകുന്ദ തസ്ഥൗ, പ്രീതനായിട്ടുള്ള ആ മുകുന്ദൻ, സന്തോഷത്തോടു കൂടിയിട്ട് ആ ശ്രീകൃഷ്ണൻ. സ മുകുന്ദ എന്നാണ് തുടങ്ങിയതെങ്കിലും അർത്ഥം പറയുമ്പോൾ നമ്മളത് കൂട്ടി പറയണമെന്നേ ഉള്ളൂ. മുകുന്ദൻ ഓരോരോ ദിക്കിലും നിന്നുകൊണ്ട് ഈ പശുക്കൾ വരണത് വരെ കാത്തു. തസ്ഥൗ, അവിടെ നിന്നു. ബാക്കിയുള്ളവരെ അത്രയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ശ്രീകൃഷ്ണൻ പശുക്കളെ മാത്രമൊന്നുമല്ലല്ലോ, എല്ലാവരെയും പരിപാലിക്കുന്നതിൽ എപ്പോഴും ദത്തശ്രദ്ധനാണ്. അതുകൊണ്ട് പശുക്കൾ കൂടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ കാത്തു നിന്നത്, അവരും കൂടി ഇങ്ങോട്ട് കൂട്ടത്തിലെത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്. ചിലപ്പോൾ കുറച്ച് കയറ്റോ ഇറക്കോ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള വഴികളൊക്കെ ആകുമ്പോൾ ഈ പശുക്കൾക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, പ്രയാസം ഉണ്ടാവും നടന്നെത്താൻ. ചെറിയ പശുക്കൾ നടക്കുന്നത് പോലെയല്ലല്ലോ, പ്രായം കൂടുന്തോറും
പ്രസവം കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള പശുക്കളെയും കാത്തുകൊണ്ട് ഭഗവാൻ വഴിയിൽ പലയിടങ്ങളിലായിട്ട് നിന്ന് അവർ വരാൻ വേണ്ടി നോക്കി എന്നാണ് പറയുന്നത്. നോക്കി നിന്നു എന്നർത്ഥം. അപ്പോൾ എല്ലാ പശുക്കളെയും കൊണ്ട് ആരെയൊക്കെയാണോ കൂട്ടി അവിടെ നിന്ന് പോകുന്നത് അവരെ എല്ലാവരെയും തന്നെ ഒരുമിച്ച് ആക്കിയിട്ടാണ് ഭഗവാൻ അമ്പാടിയിലേക്ക് തിരിച്ചെത്തുന്നത്. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച. നമുക്ക് അടുത്ത ശ്ലോകം കൂടി നോക്കാം. 80ാമത്തെ ശ്ലോകം നോക്കൂ. സമാവൃതോ ഗോപജനേന നന്ദ ഗോപാംഗനാഭിശ്ച വൃതാ യശോദ അതിഷ്ഠതാമധ്വനിലോചനാഭ്യാം പുത്രാഗതി പ്രേക്ഷണ സസ്പൃഹാഭ്യാം. ഇവര് ഗോപന്മാരും പശുക്കളും, ഗോപന്മാരെന്നല്ല, വലിയ ഗോപന്മാരല്ല, കുട്ടികളാണ്. അവരെല്ലാവരും കൂടി, പശുക്കളും ശ്രീകൃഷ്ണനും ബലരാമനും എല്ലാവരും കൂടി തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ചയെ പറ്റിയിട്ടാണ് ഇവിടെ സുകുമാര കവി വർണ്ണിക്കുന്നത്. പദച്ഛേദം നോക്കാം. സമാവൃത ഗോപജനേന നന്ദ ഗോപാംഗനാഭി ച വൃതാ യശോദ അതിഷ്ഠതാം അധ്വനി ലോചനാഭ്യാം പുത്രാഗതി പ്രേക്ഷണ സസ്പൃഹാഭ്യാം. അവസാനത്തെ വരി ഒരൊറ്റ വാക്കാണ്. ഇവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഓടിച്ചാടി ബഹളം വെച്ച് പശുക്കളെയൊക്കെ കൊണ്ടിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഇവരെ കാത്തുകൊണ്ട് എല്ലാവരും നിൽക്കുകയാണ്. വൈകുന്നേരം ആയി തുടങ്ങി, എന്താ വരാത്തതെന്ന് വിചാരിച്ചിട്ട് അച്ഛനമ്മമാരിങ്ങനെ കാത്തു നിൽക്കണ കാഴ്ചയാണ്. ഇത് ആദ്യത്തെ ഒരു ദിവസത്തെ കാര്യമാണ് പറയണത്. പിന്നെ അത് ശീലമാകുമ്പോൾ ഒരു നേരം കഴിയുമ്പോഴേക്കും ഇവരെത്തിക്കോളും എന്നുള്ള ഒരു ഓർമ്മയുണ്ടാവും. അല്ലാത്ത ആദ്യത്തെ ഒരു ദിവസം എന്ന് പറയണത് പോയപ്പോഴും വരുമ്പോഴും ഒക്കെ ഒരു ആകാംക്ഷ, ഒരു ഉത്കണ്ഠ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇവരെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അച്ഛനമ്മമാരും ഗോപന്മാരും അവരുടെ വർണ്ണനയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. നന്ദനും യശോദയും അവിടെ പ്രധാനികളായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നന്ദഗോപരുടെ കൂടെ ആരൊക്കെയാണുള്ളതെന്ന് പറയാണ്. ഗോപജനേന സമാവൃത നന്ദ. ഗോപജനേന ഗോപന്മാരാൽ സമാവൃത ചുറ്റപ്പെട്ടവനായ നന്ദഗോപർ അവിടെ നിൽക്കുന്നുണ്ട്. അതായത് നന്ദഗോപരും വേറെ കുറേ ഗോപന്മാരും ഒരു ദിക്കിൽ നിന്ന് ഇവരുടെ വരവ് നോക്കിക്കൊണ്ട് നിൽക്കണു. മറ്റൊരു ദിക്കിൽ ആരാണുള്ളത്? ഗോപാംഗനാഭി വൃത യശോദ ച. ഗോപാംഗനമാരാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന യശോദയും മറുഭാഗത്ത്. അതായത് കുറേ ഗോപസ്ത്രീകളും യശോദയും കുറേ ഗോപന്മാരും നന്ദഗോപരും അവരെല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ വഴിക്കണ്ണുമായിട്ട് നിൽക്കുകയാണ് എന്നാണ് കവി പറയണത്. ഇവിടെ പറയാണ് പുത്രാഗതി പ്രേക്ഷണ സസ്പൃഹാഭ്യാം ലോചനാഭ്യാം അധ്വനി അതിഷ്ഠതാം. പുത്രാഗതി പ്രേക്ഷണ സസ്പൃഹാഭ്യാം ലോചനാഭ്യാം. ലോചനാഭ്യാം എന്ന് പറഞ്ഞാൽ കണ്ണുകളാൽ, രണ്ട് കണ്ണുകൾ, ദ്വിവചനാണ്. തൃതീയ ദ്വിവചനം. ലോചനേന ലോചനാഭ്യാം ലോചനൈ എന്നാണ് പറയുന്നത്. അതിൽ ലോചനാഭ്യാം രണ്ട് കണ്ണുകൾ. എങ്ങനെയുള്ള കണ്ണുകളാണ്? പുത്രാഗതി പ്രേക്ഷണ സസ്പൃഹാഭ്യാം. വളരെ വ്യക്തമാണ്. പുത്രൻ്റെ വരവ് കൊതിച്ചുകൊണ്ട് ഇരിക്കുന്നതായ, അത് കാണാൻ വേണ്ടി വെമ്പി നിൽക്കുന്നതായ രണ്ട് കണ്ണുകളാൽ. ആ രണ്ട് കണ്ണുകൾ ഓരോരുത്തർക്കും ഈ രണ്ട് കണ്ണുകളുണ്ട്. ലോചനാഭ്യാം നന്ദ യശോദ ച അതിഷ്ഠതാം. നന്ദനും യശോദയും എവിടെയാണ് നിന്നത്? അധ്വനി. അധ്വനി എന്ന് പറഞ്ഞാൽ വഴിയിലെത്തി. അതായത് ആദ്യം അമ്പാടിയിലാവും നിൽക്കുന്നുണ്ടാവുക. അമ്പാടിയിൽ നിന്നിട്ടൊന്നും കാണില്ല എന്ന് വന്നപ്പോൾ കുറച്ചും കൂടി ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കും. പോന്ന് അവസാനം കാട്ടിലേക്ക് വഴി തുടങ്ങണ ദിക്കിൽ വരെ എത്തി. അവരുടെ കാത്തുനിൽപ്പിൻ്റെ ശക്തി, അവരുടെ മനസ്സിൻ്റെ ശക്തി. അതായത് എന്താ ഈ കുട്ടികൾ വരാത്തത്? കാട്ടിലേക്കാണല്ലോ പോയേക്കണത്. എന്തെങ്കിലും മൃഗങ്ങളോ മറ്റേതെങ്കിലും ജീവികളൊക്കെ ആക്രമിച്ചിട്ടുണ്ടാവുമോ? പശുക്കളെയൊക്കെ തിരിച്ചു വിളിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലേ? പകലൊക്കെ എന്താ ചെയ്തിട്ടുണ്ടാവുക? ഇങ്ങനെ പലതരത്തിലുള്ള ഉത്കണ്ഠകൾ അച്ഛനമ്മമാരെ ഒക്കെ ബാധിച്ചിട്ടുണ്ടാവും. അവിടെ നിൽക്കുന്ന എല്ലാ ഗോപന്മാരും എല്ലാ ഗോപസ്ത്രീകളും ഈ പോയിട്ടുള്ള കുട്ടികളുടെയൊക്കെ അച്ഛനമ്മമാർ തന്നെയാവണം. അവരെല്ലാവരും കൂടിയിട്ട് കാത്തു നിന്ന് അവസാനം വഴിയിലെത്തിയിരിക്കുന്നു. ഇവർ തിരിച്ചു വരുന്ന വഴിയിൽ, അതാണ് അധ്വനി, വഴിയിൽ അതിഷ്ഠതാം നിൽപ്പുറപ്പിച്ചിരുന്നു. ഇവിടെ രണ്ടുപേരുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യശോദയും നന്ദഗോപരും നിന്നു എന്നാണ് പറയണത്. അവരുടെ കൂടെ മറ്റുള്ളവരും ഉണ്ടാവും. അവരവിടെ നിന്നു എന്നുള്ളതിന് വാക്കൊന്നും പറഞ്ഞിട്ടില്ല. അതിഷ്ഠൻ എന്നുള്ളത് നമ്മൾ കൂട്ടി വായിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ കൃഷ്ണനെ പറ്റിയിട്ടാണല്ലോ വർണ്ണിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട്, അതാണ് പുത്രാഗതി പ്രേക്ഷണം. പുത്രൻ തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടി സസ്പൃഹാഭ്യാം കൊതിച്ചിരിക്കുന്നതായ ലോചനാഭ്യാം കണ്ണുകളോട് കൂടിയിട്ട് അച്ഛനമ്മമാരായിട്ടുള്ള നന്ദനും യശോദയും അവിടെ കാത്തുനിന്നു. വഴിയിൽ
കാത്തു നിൽക്കുകയാണ് മക്കളുടെ അല്ലെങ്കിൽ മകൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് എന്നാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. സന്ധ്യയാവുമ്പോൾ എല്ലാ അച്ഛനമ്മമാരുടെ മനസ്സിലും ഒരു ആവലാതി ഉണ്ടാവും, ഒരു വേപഥു, മക്കൾ തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ പറഞ്ഞ നേരത്തെ എത്തായക, വരാം എന്ന് പറഞ്ഞിട്ട് വരായകയൊക്കെ വരുമ്പോൾ ആകെ കൂടി എന്താണാവോ എന്നുള്ളൊരു ആലോചന ഉണ്ടാവും. ആ ചിന്തയോട് കൂടിയിട്ട് നിൽക്കുന്ന നന്ദഗോപരുടെയും യശോദയുടെയും ഒരു നിൽപ്പാണ്, അതിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കവി നമുക്ക് വരച്ച് കാണിച്ചു തന്നത്. നമുക്ക് ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. സഹപ്രയാണായ കൃതത്വരാണാം ഊധോഭരാദൂരവിളംബിനീനാം സ തത്ര പ്രതിപാല്യതസ്ഥൗ പ്രീതോ ഗവാമാഗമനം മുകുന്ദ സമാവൃതോ ഗോപജനേന നന്ദ ഗോപാംഗനാഭിശ്ച വൃതാ യശോദ അതിഷ്ഠതാമധ്വനിലോചനാഭ്യാം പുത്രാഗതി പ്രേക്ഷണ സസ്പൃഹാഭ്യാം. ഇവിടെ ആദ്യത്തെ ശ്ലോകത്തിൽ പ്രീത എന്ന് പറഞ്ഞു. പ്രീതോ മുകുന്ദ, എന്തുകൊണ്ടാണ് പ്രീതനായത്? സന്തോഷത്തോടു കൂടിയിട്ടാണ് കാത്തു നിൽക്കുന്നത്. എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട് അവരെ പഴി പറയണമൊന്നുമില്ല. മനുഷ്യരോടോ അല്ലെങ്കിൽ ജീവികളോടോ എല്ലാവരോടും ഒക്കെയുള്ള വാത്സല്യം ഭഗവാൻ ഒരുപോലെയാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രീതോ മുകുന്ദ. ഒരു മടുപ്പുമില്ലാതെ, കാത്തു നിൽക്കാൻ ഒരു മടുപ്പുമില്ലാതെ വളരെ വാത്സല്യത്തോടു കൂടി അവരെയും കൂടി കാത്ത് ഭഗവാൻ അങ്ങനെ നിന്നു, പലയിടത്തായിട്ട് നിന്നു എന്നാണ് കവി വർണ്ണിച്ചിരിക്കുന്നത്. സുന്ദരമായിട്ടുള്ള 2 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്ന് നിർത്തട്ടെ. നന്ദി.